بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يليق رسول الله جاهك بي إذا الكريم تحال لا باسمي منتقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس لا تقنطي من زلات عظمت إن الكبائر في الغفران كالأمام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي يقسمها تأتي على حسب العصيان في القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينحزم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمنهل ومنسجم. مولاي صل وسلم
لم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنا حتى عذابا بالباني ريح الصبا وأطراب العيسى بالعيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹുവേ ഞങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹദറത്തിൽ പ്രിയപ്പെട്ട ആയിഷ അൽ ഹാജ ഉമ്മയ്ക്ക് വേണ്ടിയും ഇബ്രാഹിം പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടിയും അല്ലാഹുവേ സന്തോഷം കൊണ്ട് ഞങ്ങളിവിടെ വെച്ച് നടത്തുന്ന മജ്ലിസും ദുആയും അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാക്കണം റഹ്മാനെ. ആ മാതാപിതാക്കളുടെ ജീവിതം നമുക്ക് ഹാജി ഉപ്പയിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് മാതൃകാപരമാണ്. എവിടെ നസീഹത്ത് നൽകിയാലും ഇപ്പോൾ ആ ഓർമ്മയാണ് വരുന്നത്. അല്ലാഹുവേ വാർദ്ധക്യ സമയത്തും ചെറുപ്പക്കാരെ പോലെ അതിനേക്കാളും ചെറുപ്പക്കാരായി ആഫിയത്തോടുകൂടി സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന നവദമ്പതികളാണ്. ഇത് മാതൃകാപരമാണ്. അല്ലാഹുവേ നവദമ്പതികളുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹവും ആദരവും അല്ലാഹുവേ നിലനിർക്കും തോറും ദീർഘായുസ്സ് ലഭിക്കുമെന്നാണല്ലോ. അല്ലാഹുവേ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാലും ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയാലും സുന്നത്താണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. സ്നേഹവാത്സല്യങ്ങളും സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതും കണക്കുകൾക്കതീതമായി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹുവേ പ്രിയപ്പെട്ട ആയിഷ ഉമ്മക്കും ഇബ്രാഹിം എന്ന ഉപ്പയ്ക്കും അല്ലാഹുവേ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും തുല്യമാണ്. അവരുടെ ദീർഘായുസ്സിനും ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഈ വിനീതം പരിശുദ്ധ മദീനയിൽ അല്ലാഹുവേ അവർക്ക് വേണ്ടി പരിശുദ്ധ റൗള ഷരീഫിൽ വഖഫ് ചെയ്തിട്ടുള്ള ഖുർആൻ 24 മണിക്കൂറും
ഖുർആൻ പാരായണം ചെയ്യുന്ന റൗള ഷരീഫിൽ ആ ഖുർആൻ പാരായണത്തിൻ്റെ സ്വവാബ്, അതിൻ്റെ ബറക്കത്ത് മുത്തുനബിയിലെത്തിച്ചു കൊടുത്ത് അതിൻ്റെ ഹക്ക് ത്യാഗ് ബറക്കത്ത് കൊണ്ട് ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഖുർആനിൻ്റെ ബറക്കത്ത്, അതിൻ്റെ കൂലി അല്ലാഹുവേ മക്കാർ ഹാജി ഉപ്പയുടെയും പ്രിയപ്പെട്ട ആയിഷ ഹാജയുടെയും മാതാപിതാക്കളുടെയും അവിടുത്തെ ഭർത്താവായ മക്കാർ ഹാജി ഉപ്പയുടെ അളിയനായ ഇബ്രാഹിം എന്ന ഉപ്പയുടെ മാതാപിതാക്കളിലേക്കും ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുത്തു ഖബർ വിശാലമാക്കി സ്വർഗപ്പൂന്തോപ്പാക്കി അല്ലാഹുവേ വലിയ ദറജയിലെത്തിക്കണേ അല്ലാ. അതുപോലെ തന്നെ മക്കാർ ഹാജി ഉപ്പയുടെ സഹധർമ്മിണിയുടെയും മാതാപിതാക്കളിലും നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മക്കാർ ഹാജി ഉപ്പയുടെ കുടുംബത്തിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളവർ മരുമക്കളിലും ചെറുമക്കളിലും അല്ലാഹുവേ ബറക്കത്ത് നൽകി. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ പരിശുദ്ധ മദീന എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിൻ്റെ നൂറ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ ദീനിൻ്റെ ഹൃദയമായ പരിശുദ്ധ മക്കയും മദീനയും ഖുർആൻ ഇറക്കപ്പെട്ട മദീന, ഇവിടുത്തെ അന്തരീക്ഷത്തിനും ഇവിടുത്തെ ആകാശവാന ലോകങ്ങൾക്കും ഇവിടുത്തെ ഭൂമിക്കും ബറക്കത്താണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്തിൻ്റെ പ്രതിഫലമാണ്. ഇവിടെ ഒന്ന് വെറുതെ തമ്പടിച്ചാൽ, ഇവിടെ ഒന്ന് കിടന്നുറങ്ങിയാൽ പോലും ഇബാദത്തിൻ്റെ പ്രതിഫലമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ തമ്പടിക്കുന്നവർക്കും ഇവിടെ സാഹസിക്കുന്നവർക്കും എൻ്റെ ശുപാർശയുണ്ടെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ വിനീതൻ ഇവിടെ വെച്ച് ദുആ ഇറക്കുന്ന ദുആ അല്ലാഹുവേ സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഹാജിയുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ദുആഇനെ പോലെ മൂർച്ചയുള്ള വാൾ വേറെ ഇല്ലെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുവേ എനിക്കിതിനേക്കാളും ഇഷ്ടമുള്ള മറ്റൊരു കാര്യമുണ്ടോ? ദുആ ചെയ്യാനും ഇരുകരങ്ങളും നീട്ടാനും എല്ലാവർക്കും സാഹചര്യം കൊണ്ട് സന്ദർഭം കൊണ്ട് കഴിയണമെന്നില്ല. അല്ലാഹുവേ ഇനിയും ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാൻ. ഈ ദുആ കേട്ടുകൊണ്ട് ആമീൻ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കി. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആയിഷ ഉമ്മയ്ക്കും ഇബ്രാഹിം ഉപ്പയ്ക്കും അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും നൽകി. അവരുടെ മക്കളിലും അവരുടെ മക്കളുടെ ഭാര്യയിലും ഭർത്താക്കന്മാരിലും എല്ലാം നീ ആഫിയത്തും ആരോഗ്യവും നൽകി. ആൺമക്കളിൽ അല്ലാഹുവേ ജോലിയിൽ ബിസിനസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു ഐനിലും നീ പെടുത്തല്ല അല്ലാ, കണ്ണേറിലും പെടുത്തരുത് റഹ്മാനെ. എന്തെങ്കിലും ഷർറുകൾ അവരുടെ ജീവിതത്തിലോ അവരിറങ്ങിത്തിരിച്ചതിലോ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ പുണ്യമദീനയുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്ത ഖുർആൻ വഖഫിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തിൽ നിന്നും നീ കാവൽ നൽകി. അവരുടെ സമ്പത്ത് ഹലാലായ സമ്പത്താക്കി, ബറക്കത്തുള്ള സമ്പത്താക്കി. അവർ ചെയ്യുന്ന എല്ലാ നന്മകളും സ്വതക്കകളും അല്ലാഹുവേ മുത്തുനബി തങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ മേഖലകളിലും ഇസ്സത്ത് നൽകി. അല്ലാഹുവേ അവരെ ഉയരങ്ങളിൽ നീ എത്തിക്കണേ അല്ലാ. അവരെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. എപ്പോഴും മക്കളുടെ ഓരോ ചലനങ്ങളും കണ്ട് സന്തോഷിക്കാൻ ആ പൊന്നുമാതാപിതാക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മക്കാർ ഹാജി ഇപ്പോൾ അല്ലാഹുവേ എത്ര മനോഹരമായിട്ടാണ് ഈ സമയത്തും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും മനോഹരമാക്കി ഞങ്ങൾക്ക് അറിയിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പ്രചോദനം നൽകാനുമുള്ളൊരു സബബാണ്. പ്രിയപ്പെട്ട സഹോദരിയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും ഞങ്ങൾക്കതെല്ലാം വലിയൊരു പാഠമാണ്, മറ്റുള്ളവർക്ക് നൽകാനുള്ള പാഠവുമാണ്. സ്വന്തം സഹോദരിയായിട്ട് പോലും അല്ലാഹുവേ അതിനേക്കാളും ഉപരി എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് മക്കാർ ഹാജി ഉപ്പയ്ക്കുണ്ടെങ്കിൽ ആ കുടുംബം എത്ര മനോഹരമാണ്. ഇതിനെല്ലാം കാരണമായ ഈ രൂപത്തിലെല്ലാം വാർത്തെടുത്ത മാതാപിതാക്കളിൽ ഖബറിലാണ്. ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ അവരുടെയൊക്കെ അവസ്ഥകൾ ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിശുദ്ധ മദീനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സൽക്കർമ്മങ്ങളുടെയും ബറക്കത്ത് അവരുടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. വിനീതൻ 3 വർഷത്തോളമായി മദീനയിൽ, ഇന്ന് വരെയും അൽഹംദുലില്ലാ പരിശുദ്ധ മദീനയിൽ വെച്ച് പാവങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസവും കടന്നു പോയിട്ടില്ല. ആയിരക്കണക്കിന് ദുആകളാണ് ഇതിനകം കഴിഞ്ഞത്. എല്ലാ ദുആഇൻ്റെയും ബറക്കത്ത് മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. 100 കണക്കിന് ഖുർആനുകൾ വഖഫ് ചെയ്ത് അതിൻ്റെ ബറക്കത്തും റബ്ബേ ഈ മജ്ലിസിലും നീ കാണിക്കണേ അല്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണം റഹ്മാൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നീ നൽകണേ അല്ലാ. മഖ്ബൂലും മർളിയുമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. വിട്ടുമാറാത്ത തലവേദനയുണ്ടെങ്കിൽ അല്ലാഹു അതെല്ലാം നീ മാറ്റിത്തരണം റഹ്മാൻ. വയറു സംബന്ധമായ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന
ഞങ്ങളുടെ സമ്പത്തിനെ നശിപ്പിക്കുന്ന ഒരു രോഗവും നീ നൽകരുത് റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിലോ മക്കളിലോ നൽകരുത് റഹ്മാനെ. പെടുന്നതിനുള്ള അപകടങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. പഠിച്ചവനെ അല്ലാഹുവേ, ഓരോ മാസവും അഹ്ലു സുഫയിലേക്ക് സ്വതക്കുകൾ നൽകിയ ഒരുപാട് പേരുണ്ട്. മദീന നിവാസികളായ പാവങ്ങളെ സഹായിച്ചുകൊണ്ട് സുഡാനികളായിട്ടുള്ള, ഹിജാസികളായിട്ടുള്ള, ഹബിഷുകളായിട്ടുള്ള പണ്ഡിതന്മാർ, അള്ളാഹുവേ, അതിൻ്റെയൊക്കെ ബറക്കത്ത് ഈ മജ്‌ലിസിന് നീ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് നന്മകളിലായി ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ, മരണം വരെയിൽ മദീനയിൽ കഴിയാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ, ഇനിയും ഞങ്ങൾക്ക് ഓരോ സന്ദർഭങ്ങളിലും ഈ കുടുംബത്തിനു വേണ്ടി മജ്‌ലിസുകൾ നടത്താൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിൽ പങ്കെടുക്കാനും ആമീൻ പറയാനും തൗഫീഖ് നൽകണം റഹ്മാനെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ മദീന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹറമാണ്, മസ്ജിദുൻ നബവിയാണ്, ഇബാദത്തിൻ്റെ കേന്ദ്രമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. മുത്തുനബി തങ്ങൾ 10 വർഷം പ്രബോധനം നടത്തിയ സ്ഥലമാണ്. ഉഹദ് യുദ്ധം നടന്ന സ്ഥലമാണ്. ത്വലഅൽ ബദ്ർ കൊണ്ട് ഈരടികൾ ഏറ്റ സ്ഥലമാണ്. അല്ലാഹുവേ, ഈ പരിശുദ്ധ മദീന മുനവ്വറയുടെ ബറക്കത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മുത്തുനബി തങ്ങളോടുള്ള പ്രണയമാണ്, സ്നേഹമാണ് മദീനയോടുള്ള സ്നേഹം. ഈ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഒരു ഹറാമുമില്ല. ഇബാദത്തുകളാണ്. നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലവും, തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷയും ലഭിക്കുന്ന സ്ഥലമാണ്. അല്ലാഹുവേ, ഈ മഹനീയമായ സ്ഥലത്ത് വെച്ചാണ് എത്രയോ വിദൂരത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു ഇങ്ങനെയൊക്കെ ഒരു അവസരം നൽകിയത്. റബ്ബിനോടാണ് കടമയും കടപ്പാടും കൂടുതൽ. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ മദീന മുനവ്വറയിൽ വെച്ച് മറ്റുള്ളവർക്ക് ചെയ്യാനും ആമീൻ പറയാനും ഒക്കെ തൗഫീഖ് നൽകണം റഹ്മാൻ. ഇതിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം വിവാഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട അനുജത്തി ഫിദാമോൾ, അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഹമ്മദ് റനീസ്, അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അവരുടെ സ്നേഹസല്ലാപങ്ങളിലും യാത്രകളിലും നീ ബറക്കത്ത് നൽകി. കൺകുളിർമയുള്ള സന്താനങ്ങൾ നൽകി. ദാമ്പത്യ ജീവിതം വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പരസ്പരം ഐക്യത്തോടെയും സമാധാനത്തോടെയും രണ്ട് കുടുംബങ്ങൾക്കും സന്തോഷം ലഭിക്കുന്ന ജീവിതം ഈ മദീനയുടെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മുഹമ്മദ് റനീസ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ജീവിതത്തിലും അവരുടെ ജോലിയിലും ബിസിനസ്സിലും അവരുടെ വാഹനത്തിലും അല്ലാഹുവേ, അവരുടെ ഇമാറാത്തിൽ ജീവിതത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ട പൊന്നും ഉമ്മയ്ക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉപ്പയ്ക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. പുത്തൂർ അബ്ദുറഹ്മാൻ ഹാജി ഉപ്പ, അല്ലാഹുവേ, നീ ആഫിയത്തും ആരോഗ്യവും നൽകി എല്ലാ രോഗത്തെ തൊട്ടും നീ കാവൽ നൽകണം റഹ്മാൻ. അല്ലാഹുവേ, എല്ലാവിധ ഷർറു ബലാ മുസീബത്തിൽ നിന്നും നീ കാവൽ നീ നൽകണം റഹ്മാൻ. പടച്ചവനെ, ബിസിനസ് വലിയ പദവിയിലെത്തിക്കണേ അല്ലാഹ്, ബറക്കത്ത് നൽകണം റഹ്മാൻ. ആ ഭവനം അല്ലാഹുവേ സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്. അത്രമേൽ മഹാന്മാരും ആലിമീങ്ങളെ കൊണ്ടും ബറക്കത്തായ സ്ഥലമാണ്. നീ റാഹത്തും സന്തോഷവും നീ നിലനിർത്തണേ അല്ലാഹ്. ആ കുടുംബത്തിനും ഈ കുടുംബത്തിനും നീ ശരിയും ബറക്കത്തും നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.